ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പള്ളുരുത്തി സ്കൂളിലെ വിവാദമായ ഹിജാബ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. അതിലൊന്നാണ് 2 കുട്ടികളെ മാതാപിതാക്കൾ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചു എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമാണ് ഞെട്ടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഒരു കുട്ടി തട്ടമിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന രീതിയിലത്തെ ഒരു സംസാരമാണ് സെൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇങ്ങനെ സംസാരിക്കുന്ന, ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളൊക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. ഭയമാണെന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഭയം, പാരൻസിനെല്ലാം ഭയം. നോക്കണേ, സർവത്ര ഭയം. സ്കൂൾ മാറ്റാൻ അവർ പ്രേരണയായി പറയുന്നത് ഇല്ലാത്തൊരു കാര്യം, കന്യാസ്ത്രീ പ്രിൻസിപ്പൽ പറയാത്തൊരു കാര്യത്തെക്കുറിച്ച്. 6 കൂടുതൽ ആളുകൾ കയറി വരുക, ഭയങ്കര ബഹളം ഉണ്ടാകുന്നു. ഈ സമയത്ത് നമ്മുടെ KG സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ്. അവിടെ കുഞ്ഞുങ്ങളാണ്, അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ട് സ്കൂളിൻ്റെ. സാധാരണ മറ്റുള്ളവർക്ക് അങ്ങനെ ഊഹാപോഹങ്ങൾ പ്രചരിക്കപ്പെടുമ്പോൾ അത് ശരിയാണെന്നൊക്കെ ധരിച്ചേക്കാം. എന്നാൽ കന്യാസ്ത്രീകളൊക്കെ എന്ത് പറഞ്ഞാലും അതെല്ലാം എവിടെ പോസ്റ്റ്, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്ത് പോസ്റ്റ് ഇട്ടാലും ആ സ്കൂൾ അധികാരികളുടെ എന്ത് വന്നാലും കൃത്യമായി നിരീക്ഷിക്കുന്നവരില്ലേ അവിടുത്തെ പാരൻസും കുട്ടികളും. കാരണം അവരെ സംബന്ധിച്ചത് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ ഊഹാപോഹം വെച്ച് അവരാരും ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണ്. എന്നിട്ടും എന്തേ 2 പാരൻസ് കുട്ടികളെ മാറ്റുന്നതിന് കാരണം പറഞ്ഞത് ഭയമുണ്ടാകും എന്ന് കന്യാസ്ത്രീയായ പ്രിൻസിപ്പൽ പറഞ്ഞു, അതുകൊണ്ട് മാറ്റുന്നു എന്ന്. അപ്പോൾ എന്താ യാഥാർത്ഥ്യം? എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. താല്പര്യമില്ലാത്ത പലരെ കൊണ്ടും ഹിജാബ് ധരിപ്പിക്കാൻ പലരും നിർബന്ധിക്കുന്നത് പോലെ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളെ മാറ്റാനും ചില മതസംഘടനകൾ നിർബന്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലല്ലേ പുതിയ നീക്കങ്ങൾ. ഇനിയാണ് ഈ നുണപ്രചരണത്തിന്റെ ഭീകര മുഖം വ്യക്തമാകുന്നത്. അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. തട്ടമിട്ട് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം? എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം? ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രത്യേകം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് റിഹേഴ്സൽ കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് നമുക്ക് പ്രകടമാകുന്ന രീതിയിലാണ്. ആയിഷ കുട്ടി തട്ടം വിട്ട് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി എന്ന് ആരെങ്കിലും പറയും? ഒരിക്കലും പറയില്ല. പക്ഷെ ഒരാൾ പറഞ്ഞതായിട്ട് അവിടെ കാണുന്നു, ആ പറഞ്ഞ ആളെ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു, അവരോട് പറയുന്നു അത് കാഴ്ചയുടെ കുഴപ്പമല്ല, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന്. ഇതൊക്കെ നാടകമാണെന്ന് നമുക്കറിയാം. വർഗീയ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണ്. കന്യാസ്ത്രീമാർക്കെതിരെ, ക്രൈസ്തവർക്കെതിരെയുള്ള മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണ്. കന്യാസ്ത്രീയെക്കുറിച്ച് നുണയാണ് ഈ മന്ത്രി പ്രചരിപ്പിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയാണ് കന്യാസ്ത്രീയെക്കുറിച്ച്, പ്രിൻസിപ്പലിനെ കുറിച്ച് നുണയായ ഒരു കാര്യത്തിന് ഇതുപോലെ പ്രചാരണം കൊടുക്കുന്നത്. ഞാൻ ഈ തട്ടത്തിനെതിരാണെന്ന് വിചാരിക്കരുത്. തട്ടമിട്ട് ആ കുട്ടിയെ സ്കൂളിൽ വരാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ വീഡിയോ ചെയ്തതും. ഇപ്പോഴും എൻ്റെ നിലപാട് അത് തന്നെയാണ്. പിന്നെ ഈ വെറുതെ വെറുപ്പും വിദ്വേഷം വളർത്താൻ മനഃപൂർവ്വം നുണ പ്രചരിപ്പിക്കുമ്പോൾ അത് നുണയാണെന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്വപൂർവ്വം, സത്യസന്ധതാപൂർവ്വം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നതേ ഉള്ളൂ.